വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവെഴുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വചനഭാഗത്താണ്. നിങ്ങളുടെ വിചാരങ്ങൾ എന്ന വിചാരങ്ങളെ കുറിച്ചുള്ള ദൈവവചനത്തിന്റെ ഭാഗം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. വിചാരത്തെക്കുറിച്ച് പറയും. നമ്മൾ വിചാരമുള്ളവരാണ്, വിചാരിക്കുന്നവരാണ്. നമുക്ക് ചില ചിന്തയും വിചാരങ്ങളൊക്കെ ഉണ്ട്. ബൈബിൾ നമ്മോട് പറയുകയാണ്, നമ്മുടെ വിചാരങ്ങൾ പോലെയല്ല ദൈവത്തിന്റെ വിചാരം. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ വിചാരം, ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ വിചാരം, തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ വിചാരം, വള്ളത്തിൽ വെള്ളം കയറി മുങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരുടെ വിചാരം, വെള്ളത്തിന് മീതെ നടന്നു പോയ പത്രോസിന്റെ വിചാരം, ഇതൊക്കെ ആ വിചാരത്തിലൂടെ അവർക്ക് എപ്പോഴും അവർ കണ്ടത് നശിക്കാൻ പോകുന്നു, ഞങ്ങൾ താണു പോകുന്നു, രക്ഷയില്ല എന്നാണ് അവരുടെ വിചാരത്തിൽ അവർ വിചാരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വിചാരം എന്താണ്? നിങ്ങൾ നശിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ ദൈവവിചാരം. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരപ്പെടാതിരിക്കേണ്ടതിന് വിചാരപ്പെടേണ്ട. വിചാരപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ നമുക്ക് വീണ്ടും വചനത്തിലേക്ക് പോകുമ്പോൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. കണ്ടോ, അവിടെ കർത്താവ് പറയുന്നുണ്ട്, വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ വഴി. നമുക്കിങ്ങനെ ചിന്തിക്കാം, താണ വഴി, ഉയർന്ന വഴി. മനുഷ്യന്റെ വഴി ദൈവത്തിന്റെ വഴി. മനുഷ്യന്റെ ചിന്ത ദൈവത്തിന്റെ ചിന്ത. മനുഷ്യന്റെ വിചാരം ദൈവത്തിന്റെ വിചാരം. മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. എന്നാൽ ദൈവ വഴിയുടെ പ്രത്യേകത, അത് നിത്യതയിലേക്ക് കടന്നു പോകുന്ന വഴിയാ ദൈവത്തിൻ്റെത്. നമ്മുടെ മക്കളൊക്കെ എക്സാം കഴിഞ്ഞ് നല്ല റിസൾട്ടൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ അവരെക്കുറിച്ചുള്ള വിചാരം നമ്മുടെ മനസ്സിൽ, ഇച്ചിരിയും കൂടെ നന്നായി പഠിച്ചായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ കിട്ടുമെന്നുള്ള വിചാരം. നല്ല റിസൾട്ട് കിട്ടുമ്പോൾ, എൻ്റെ മകൻ നന്നായി പഠിച്ചു എന്നൊരു വിചാരം. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചില വിചാരങ്ങളും പ്രവർത്തനങ്ങളുമാണ്. പ്രിയമുള്ള, ദൈവത്തിന്റെ വിചാരം എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് കർത്താവിന്റെ കൂടെ ജീവിക്കണം എന്നാണ് കർത്താവിന്റെ വിചാരം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തില് സ്വർഗത്തിന്റെ വിചാരത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം. കർത്താവിനെ കുറിച്ച് നിങ്ങൾ പറയണം, അറിയണം, അനുഭവിക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടേതായ വിചാരങ്ങളും നമ്മുടേതായ വഴികളും നമ്മുടേതായ പ്രവൃത്തികളെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞ് ദൈവത്തിൻ്റെതായ വഴിയിലേക്കും ദൈവത്തിൻ്റെതായ ചിന്തയിലേക്കും ദൈവത്തിൻ്റെതായ പ്രവൃത്തിയിലേക്കും നമുക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ, ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നോക്കാതിരിക്കുമോ? ദൈവത്തിന് നമ്മളെ കാക്കാൻ കഴിയാത്തവനല്ലല്ലോ. ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ടല്ലേ നമ്മെ ദൈവം വേർതിരിച്ചത്, നമ്മെ ദൈവം വിളിച്ചത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വിചാരങ്ങൾ ഈ ലോകത്തിൽ അല്പകാലത്തേക്കുള്ളതാണ്. എങ്കിൽ എൻ്റെ കർത്താവ്
എന്റെ വിചാരം എന്നത് എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലേക്ക് എന്നെ മാറ്റുന്നതാണ്. അതിനുള്ള ശക്തിയും കൃപയും തന്ന് എന്നെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.